നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇനി നോക്കാനുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് +2-ന് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യില്ലേ. അതായത് നമുക്കിപ്പോൾ ട്രയൽ ബാലൻസ് ആണ് ക്വസ്റ്റ്യനിൽ തരിക. ട്രയൽ ബാലൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുക. യൂഷ്വലി നമ്മൾ ഉള്ളിൽ ട്രയൽ ബാലൻസ് തന്നിട്ടുള്ള ഐറ്റംസ് നമ്മൾ പിന്നെ എടുത്തെഴുതുമ്പോൾ ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതും ആ ഐറ്റം, അല്ലെങ്കിൽ ചില ഐറ്റം ബാലൻസ് ഷീറ്റിലേക്ക് ഉള്ളതാവും. അതായത് ട്രയൽ ബാലൻസിൽ നമുക്ക് തന്നിട്ടുള്ള ഐറ്റം നമ്മൾ ഒരു പ്രാവശ്യം എഴുതുള്ളൂ. ഒന്നെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാവാം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലാവാം. അതല്ലാതെ പിന്നെ ഈ ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ട്രയൽ ബാലൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതാ ഇവിടെ ഒരു ട്രയൽ ബാലൻസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ട്രയൽ ബാലൻസ് ആണ്. നമുക്ക് തന്നിട്ട് കുറേ ഐറ്റംസ് ഒക്കെ തന്നിട്ട് ടാലി ചെയ്തിട്ടുണ്ടാവും. അതിൽ തരാതെ ഈ ഐറ്റംസൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഇപ്പോൾ ഈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റിലേക്കുള്ള ഐറ്റമാണ്, മെഷീനറി ബാലൻസ് ഷീറ്റിലേക്ക് ആയിട്ടാണ്, ക്യാഷ് ഇൻ ഹാൻഡ് ബാലൻസ് ഷീറ്റിലേക്കുള്ള ഐറ്റമാണ്. അങ്ങനെ സാലറീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള ഐറ്റമാണ്. അപ്പോൾ ഓരോ ഐറ്റം കണ്ടാൽ നമുക്കറിയണം. എക്സ്പെൻസ് ആണ്, ഇൻകംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എഴുതും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എഴുതും. അല്ല ലയബിലിറ്റി അസറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതും. ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഒരു ടൈം എഴുതും. ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഐറ്റമാണ്. ഒരു പ്രാവശ്യം എഴുതേണ്ട ഐറ്റംസ് ആണ് ട്രയൽ ബാലൻസിൽ കാണിച്ചിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്, ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ആവാം, അങ്ങനെ തന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്ത് എഴുതണം? 2 പ്രാവശ്യം നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കേണ്ടി വരും. പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിക്കേണ്ടി വരും, ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ട ഐറ്റംസ് ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ജസ്റ്റ് കുറച്ച് ഐറ്റംസ് നമുക്ക് പറയാം. പിന്നെ പ്രോബ്ലം വരുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ചെണ്ണം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെയാണ് നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊരു ഡേറ്റ് തന്നിട്ട്, ലാസ്റ്റ് ഡേറ്റ് തന്നിട്ട് നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്കിന് വരുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്ലോസിങ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് വരിക. എൻട്രീസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ദെൻ മെയിനായിട്ട് പഠിക്കുന്ന അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഇൻ ഫൈനൽ അക്കൗണ്ടിൽ ഇങ്ങനെ ക്ലോസിങ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്, അതായത് അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് അറിയുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫോർമാറ്റ് എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കണം. ഇൻവെൻട്രീസിൽ ചേഞ്ച് കാണിക്കും. അതായത് ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് കുറയ്ക്കുക, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ആ ചേഞ്ചസിലാണ് അവിടെയാണ് കാണിക്കുക. പിന്നെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യേണ്ട വരും? കറണ്ട് അസറ്റ്സിൽ സബ് ഹെഡായിട്ട് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള സബ് ഹെഡിൽ എന്ത് എഴുതേണ്ടി വരും? ഈ ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതേണ്ടി വരും. 2 അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ക്ലോസിംഗ് സ്റ്റോക്കിനെ ഒന്നെങ്കിൽ ചെയ്യേണ്ടി വരും. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് എഴുതണം? ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ഇൻവെൻട്രി ചേഞ്ച് ചെയ്യുക, അതായത് ഓപ്പണിംഗ് ഇൻവെൻട്രിയും ക്ലോസിംഗ് ഇൻവെൻട്രി ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ദെൻ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ്സിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ മെയിൻ ഹെഡിങ്ങിൽ സബ് ഹെഡിങ് ആയിട്ട് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് എടുക്കണ്ടാവും. ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബാലൻസ് ഷീറ്റിൻ്റെയും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് അന്ന് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് വെച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ആ ഫോർമാറ്റ് പഠിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്തൊരു ഐറ്റമാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് കൊടുക്കാനുള്ളത് കെട്ടിക്കെടുക്കുക, കൊടുത്തിട്ടില്ല എന്നർത്ഥം. അതായത് ഇപ്പോൾ ഡിവിഡൻഡ് ഔട്ട്സ്റ്റാൻഡിങ്, ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്, പല എക്സ്പെൻസുകൾ നമുക്ക് കൊടുക്കാനുള്ളത് ഔട്ട്സ്റ്റാൻഡിങ്, റിപ്പയർ ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എൻട്രി വരിക എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ്. ഏതാണ് എക്സ്പെൻസ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. 2 തരത്തിൽ നമ്മളിത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ 2 സ്ഥലത്ത് എഴുതേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് വരും? കൺസേൺഡ് എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. റിപ്പയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ട് ഒരു എക്സ്പെൻസ് എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടി ഔട്ട്സ്റ്റാൻഡിങ് റിപ്പയേഴ്സ് എന്നും കൂടി പറഞ്ഞിട്ട് എഴുതേണ്ടി വരും. ബാലൻസ് ഷീറ്റിൽ എന്ത് എഴുതേണ്ടി വരും?
കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ടാവില്ലേ, സബ് ഹെഡിങ് ആയിട്ടുള്ള അതർ കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ എന്തെഴുതേണ്ടി വരും? ഔട്ട്സ്റ്റാൻഡിങ്, റിപ്പയർ ആണെങ്കിൽ റിപ്പയർ, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെങ്കിൽ റെന്റ്, അങ്ങനെ ഐറ്റം കാണിക്കേണ്ടി വരും. ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് സ്ഥലത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ട്രയൽ ബാലൻസിൽ തന്ന ഐറ്റംസ് ആണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടി വരും. അത് കഴിഞ്ഞ് ട്രയൽ ബാലൻസ് കഴിഞ്ഞ് നമുക്ക് സെന്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത ഐറ്റം 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യമല്ല രണ്ട് സ്ഥലത്ത് കാണിക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസിലും കാണിക്കേണ്ടി വരും, ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടി വരും. അപ്പോൾ അതെവിടേക്കാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, കൺസേൺഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെങ്കിൽ റെന്റ് എന്ന് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. പ്ലസ് എന്ത് ചെയ്യേണ്ടി വരും? ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ഹെഡിങ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സബ് ഹെഡിങ്ങിൽ എഴുതേണ്ടി വരും എന്ത്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെങ്കിൽ റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് റിപ്പേഴ്സ് ആണെങ്കിൽ അത്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അതിന് ജേണൽ എൻട്രി വരിക പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു എക്സ്പെൻസ്. മുൻകൂട്ടി ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞത് കൊടുക്കാതെ എടുക്കുക. ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സമയമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാണ്ടിരിക്കുക, റെന്റ് കൊടുക്കേണ്ട സമയമായിട്ട് റെന്റ് കൊടുക്കാണ്ടിരിക്കുക, അതൊക്കെയാണ് ഔട്ട്സ്റ്റാൻഡിങ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുക്കുക. റെന്റ് കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കിനേറ്റ് മുന്നേ റെന്റ് കൊടുക്കുക. അതുപോലെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് മുൻകൂട്ടി കൊടുക്കുന്നതൊക്കെയാണ് അഡ്വാൻസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് പ്രീപെയ്ഡ്, മുൻകൂട്ടി കൊടുക്കുക. അപ്പോൾ അതിനും രണ്ട് എൻട്രി വരും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് വരും? ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് എക്സ്പെൻസ്. ഇപ്പോൾ റെന്റ് ആണെങ്കിൽ മറ്റേ ഔട്ട്സ്റ്റാൻഡിങ് ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും, പ്രീപെയ്ഡ് ആകുമ്പോൾ അത് എന്ത് ചെയ്യണം? കുറയ്ക്കണം. റെന്റ് മൈനസ് പ്രീപെയ്ഡ് റെന്റ് എന്നിട്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ടാവും. മറ്റേ കറണ്ട് ലയബിലിറ്റി ആണ് ഔട്ട്സ്റ്റാൻഡിങ്, ഇതൊരു അസെറ്റ് പോലെയാണ് കണക്കാക്കുക, മുൻകൂട്ടി കൊടുക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസെറ്റ്സിൽ അതർ കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിൽ പ്രീപെയ്ഡ് റെന്റ് ആണെങ്കിൽ റെന്റ്, പ്രീപെയ്ഡ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ്, അങ്ങനെ ഐറ്റംസ് കാണിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഐറ്റമാണ് അക്രൂഡ് ഇൻകം. അതുപോലെ അതിന് പറയുന്ന പേരാണ് അഡ്വാൻസ് ഇൻകം എന്ന് പറയും. അക്രൂഡ് ഇൻകം, അഡ്വാൻസ് ഇൻകം എന്നൊക്കെ പറയും. വരുമ്പോൾ ചാനൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു ഇൻകം അക്കൗണ്ട് ആണ്. ഇതും ട്രീറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡഡ് ടു കൺസേൺഡ് ഇൻകം. ഏത് ഇൻകമാണ് മുൻകൂട്ടി കിട്ടിയിട്ടുള്ള ആ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. പ്ലസ് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? കറണ്ട് അസെറ്റ്സിൽ നമ്മൾ പ്രീപെയ്ഡ് ചെയ്ത പോലെ തന്നെ കറണ്ട് അസെറ്റ്സ്, അതർ കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കും വേണം കേട്ടോ. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് അൺഏൺഡ് ഇൻകം എന്ന് പറയും. അതായത് ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു അൺഏൺഡ് ഇൻകം. അതിനും രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ഇപ്പോൾ അടുത്ത വർഷം നമുക്ക് കിട്ടേണ്ട വല്ല റെൻ്റോ കാര്യങ്ങളോ, നമ്മൾ ബിൽഡിങ് ഇപ്പോൾ കമ്പനി എന്തെങ്കിലും ബിൽഡിങ് വേറെ ആർക്കെങ്കിലും റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം അടുത്ത കൊല്ലത്തേക്ക് കിട്ടേണ്ടത് ഇക്കൊല്ലം കിട്ടുകയാണ്. അതന്നെയാണ് എന്താ പറയണത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത കൊല്ലം കിട്ടണ്ട, പക്ഷേ അത് ഇക്കൊല്ലം കാണിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ കൺസേൺഡ് ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? അത് കുറച്ച് കാണിക്കണം. ഇപ്പോൾ റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് റെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അഡ്വാൻസ് റെൻറ്റ് എന്ത് ചെയ്യണം? റെൻറ്റ് ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അതർ കറണ്ട് ലയബിലിറ്റീസിൽ അത് കാണിക്കും വേണം. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് 2-3 പ്രാവശ്യം കേട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഓർമ്മ വരണമെങ്കിൽ ഇത് ഓൾറെഡി പഠിച്ചിരിക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷമോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഇതിൽ കാണിക്കേണ്ടതല്ലാത്ത ഇൻകംസ് മുൻകൂട്ടി വാങ്ങി വെക്കുന്നതാണ് എന്ത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്.
അങ്ങനെ വരുമ്പോൾ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്ത് വരും? ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ഏത്, ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻ്റ്, ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് അത് കുറച്ച് കാണിക്കണം. പോരാത്ത ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഹെഡിങ്ങിൽ സബ് ഹെഡിങ്ങായി വരുന്ന അതർ കറണ്ട് ലയബിലിറ്റീസിൽ അഡ്വാൻസ് റെൻറ്റ്, അഡ്വാൻസ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും വേണം. ഓക്കെ, ഇനി അടുത്തൊരു ഐറ്റമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ഏത് അസറ്റ് ആണെങ്കിൽ അതിൻ്റെ അവിടെ ഉള്ള അസറ്റുമായി ബന്ധപ്പെട്ട് മെഷീനറിക്ക് ഉണ്ടാവാം ഡിപ്രീസിയേഷൻ, ലാൻഡിന് ഉണ്ടാവാം, ബിൽഡിങ്ങിന് ഉണ്ടാവാം, അങ്ങനെ. അപ്പോൾ അതിന് രണ്ട് ഡിപ്രീസിയേഷൻ പുറത്താണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ തന്നതാണെങ്കിൽ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് അത് അതിൽ എന്ത് ചെയ്യണം? അണ്ടർ ദ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ഏതാണ് അത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അണ്ടർ ദ ഹെഡ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ അത് കാണിക്കണം. ദെൻ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? അതായത് ആ ഐറ്റം എത്ര രൂപയാണ് ഡിപ്രീസിയേഷൻ എന്നുണ്ടെങ്കിൽ ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ഉണ്ടാവും. അതിൽ ഏതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് കാണിക്കണം 2 എന്ന് പറഞ്ഞിട്ട്. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്, അങ്ങനെ എന്താണ് അതിൽ നിന്ന് കൺസേൺഡ് അസറ്റ്. പ്ലാന്റിൻ്റെ ആണെങ്കിൽ പ്ലാന്റിൽ നിന്ന് കുറയ്ക്കണം, എക്യുപ്മെൻ്റ് ആണെങ്കിൽ അത്, ലാൻഡ് ആണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ നിന്ന് ആ പ്രൊവിഷൻ്റെ എമൗണ്ട്, ആ ഇത് പ്രൊവിഷൻ അല്ല ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറച്ച് ഇടണം കേട്ടോ. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ട് ഐറ്റംസ്. ഇനി എന്തെങ്കിലും എക്സ്ട്രാസ് നമുക്ക് പ്രോബ്ലമായി ബന്ധപ്പെടുമ്പോൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണില്ല. ഇപ്പോൾ ഒരു 6 ഐറ്റംസ് നമ്മളിവിടെ പറഞ്ഞു. ഈ 6 ഐറ്റംസ് നിങ്ങൾ ബേസിക്കായിട്ട് പഠിക്കുക. ഇനി പ്രോബ്ലംസ് എക്സ്ട്രാസ് വരുമ്പോൾ ആ നേരത്ത് നമുക്കത് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ, കാര്യങ്ങൾ എന്താണെന്ന്. ഓക്കെ, ഇത് മിനിമം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ.